എന്തിനായിരുന്നു ഈ പ്രഖ്യാപനം? ഈ നേർസാക്ഷ്യങ്ങളൊക്കെ നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ ഇത്ര കൊട്ടിഘോഷിച്ച് ഇന്നലെ തിരുവനന്തപുരത്ത് നടത്തിയ ഈ പ്രഖ്യാപന വേദി തന്നെ ഗാനമേള, പാട്ട്, തിരുവാതിരക്കളി, താരങ്ങളെ എത്തിക്കുക, VVIP, AC, ഫാന്, അങ്ങനെ ഈ ധൂർത്തിനൊട്ടും കുറവുണ്ടായിരുന്നില്ല. 2016 തൊട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത കൂടിയാണ്. പിന്നെ എന്തിനാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉയരുന്നത്. ഒന്ന്, നല്ല അസൽ PR വർക്കാണ്. ഇലക്ഷനൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാർഡ് തലങ്ങളിൽ മുഴുവൻ പോയി പറയാം, പണ്ട് നവോത്ഥാന നായകൻ ആരാണ് എന്ന ചോദ്യമായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അതിദാരിദ്ര്യമില്ലാതാക്കിയ നായകൻ ആര് എന്ന് ചോദിക്കാൻ ഒരു നല്ല അവസരം കിട്ടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് പരിശോധിക്കാം. ടീം ജനം പരിശോധിക്കുന്നു. ദാരിദ്ര്യമുക്തമായോ ഈ കേരളം? യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെച്ചുള്ള സർക്കാരിൻ്റെ അതിദരിദ്രമുക്ത പ്രഖ്യാപനത്തിന് കുടപിടിച്ച് LDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ അതിദരിദ്രരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി അവരെ ദാരിദ്ര്യമുക്തരാക്കിയെന്ന് പ്രഖ്യാപിച്ചാണ് തദ്ദേശ സ്ഥാപനങ്ങളും തെറ്റായ പ്രചാരണത്തിൻ്റെ ഭാഗമായത്. കൊച്ചി നഗരസഭാ കൗൺസിലിൽ ഉൾപ്പെടെ ഈ കള്ളക്കണക്കുകളെ UDF കൗൺസിലർമാർ ചോദ്യം ചെയ്തിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. വിവരങ്ങളുമായി രാവിലെ നമുക്കൊപ്പം ചേരുന്നത് കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപാണ്. നിഷ, നമസ്തേ, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിഷ ഉന്നയിക്കുന്നുണ്ട്. അതിന് ഉത്തരം നിഷ തന്നെ പറയുന്നുണ്ട്. കാരണം എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം? ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു PR സ്റ്റണ്ട്. അങ്ങനെ പറയാൻ സാധിക്കുമോ നിഷ? അങ്ങനെ തന്നെയാണ്. ഈ വസ്തുതകൾ മറച്ചു വെച്ചുള്ള സർക്കാരിന്റെ അതിദരിദ്രമുക്ത പ്രഖ്യാപനത്തിന് കുടപിടിക്കുന്ന LDF ഭരിക്കുന്ന പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ സർക്കാരിന്റെ ഈ പദ്ധതിയെ അട്ടിമറിക്കാനായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ചും ആ രീതിയിൽ തന്നെയാണ് കൊച്ചി നഗരസഭയിലും. കൊച്ചി നഗരസഭ അതിദരിദ്രമുക്തമായി പ്രഖ്യാപിച്ചു. പക്ഷെ ഈ ഒരു പ്രഖ്യാപനത്തെ അന്ന് എതിർത്തത് BJP കൗൺസിലർമാർ മാത്രമാണ്. കോൺഗ്രസിന്റെ അടക്കമുള്ള കൗൺസിലർമാർ അന്ന് എതിർത്തത് BJP കൗൺസിലർമാർ മാത്രമാണ്. കോൺഗ്രസിന്റെ അടക്കമുള്ള കൗൺസിലർമാരും LDF കൗൺസിലർമാരും ഈ ഒരു പ്രഖ്യാപനം കൈയടിച്ച് പാസ്സാക്കുകയായിരുന്നു. കാരണം ഈ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ പോലും 438-ലധികം കുടുംബങ്ങൾ ഇപ്പോഴും കൊച്ചി നഗരസഭയിൽ അതിദരിദ്രരായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ ഒരു വസ്തുത എന്ന് പറയുന്നത്. കണക്കിൽ പോലും വലിയ കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ട് കൃത്യമായി തന്നെ ആഹാരവും വീടും ഒപ്പം തന്നെ സുരക്ഷിതമായ വാസസ്ഥലവും ഒന്നും ഇല്ലാത്ത നിരവധി ആളുകൾ കൊച്ചി നഗരസഭയുടെ പല പ്രദേശങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലായിരുന്നു കണക്കിൽ വലിയ കൃത്രിമത്വങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കൊച്ചി നഗരസഭ അതിദരിദ്രമുക്തമായി പ്രഖ്യാപിച്ചത്. എന്തായാലും 438 കുടുംബങ്ങളെ അതിദരിദ്രമുക്തരായി പ്രഖ്യാപിച്ച കൊച്ചി കോർപ്പറേഷന്റെ ആ ഒരു നടപടിയെ അന്ന് തന്നെ BJPയുടെ കൗൺസിലർമാർ ചോദ്യം ചെയ്തിരുന്നു. നിരവധി ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോർപ്പറേഷന്റെ പല ഭാഗങ്ങളിലും അതിദരിദ്രരായി തന്നെ താമസിക്കുകയാണ്. ഇവർക്ക് കൃത്യമായി ഭക്ഷണം ലഭിക്കുന്നില്ല, ഒപ്പം തന്നെ സുരക്ഷിതമായ ഒരു വാസസ്ഥലമില്ല, വീടില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പല സ്ഥലങ്ങളിലും ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു പദ്ധതി പോലും അട്ടിമറിച്ച ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ കൊച്ചി നഗരസഭയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീടും ഭക്ഷണവും ഒന്നും കൃത്യമായി ഇല്ലാത്ത ആളുകൾ ഒരുപാട് തന്നെ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. ഇവരെ ഏത് രീതിയിൽ പുനരധിവസിപ്പിക്കണമെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തരത്തിലുള്ള തീരുമാനവും ആകാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കൊച്ചി നഗരസഭ അതിദരിദ്രമുക്തം എന്ന പ്രഖ്യാപനം നടത്തിയത്. ഈ ഒരു പ്രഖ്യാപനത്തെ BJPയുടെ കൗൺസിലർമാർ അന്ന് തന്നെ എതിർത്തിരുന്നു. കൗൺസിലിൽ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി തന്നെയായിരുന്നു കൗൺസിലർമാർ മുന്നോട്ട് പോയത്. പക്ഷേ എന്നാൽ പോലും ഈ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെടുമ്പോഴും ഇപ്പോഴും ഒരുപാട് ആളുകൾ ഈ ഒരു ദുരിത ജീവിതം നയിച്ച് മുന്നോട്ട് പോവുകയാണ് എന്ന കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഇവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും കരകയറാൻ കൃത്യമായ പദ്ധതികളൊന്നും ഇന്നലെ കൊച്ചി ബ്യൂറോ തന്നെ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ ഉണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ചുറ്റും കാണുന്നുണ്ട് എങ്കിൽ പോലും എന്തിനായിരുന്നു ഈ പ്രഖ്യാപനം? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് PR സ്റ്റണ്ടാണെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അത് സർക്കാർ തന്നെ വ്യക്തമാക്കുകയാണ്. ഇതാ വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട ഒരു വെപ്പൺ, ഒരു രാഷ്ട്രീയ ആയുധം ഇതാണ്. പക്ഷേ ഇവിടെ ചോദ്യം വരുന്നത്, ഈ പാവങ്ങളുടെ അവർക്ക് കിട്ടുന്ന കേന്ദ്ര സർക്കാർ അന്നം കൂടി വെട്ടി മുറിച്ചുകൊണ്ടാണ് ഈ PR സ്റ്റണ്ട് നടത്തുന്നത്.
അതെ, അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അതിദരിദ്രർ നിരവധിയുള്ള കൊച്ചി കോർപ്പറേഷനിലെ പല സ്ഥലങ്ങളും, ഓരോ സ്ഥലങ്ങളും നമുക്ക് പേരെടുത്ത് തന്നെ പറയാൻ കഴിയും. അത്തരം സ്ഥലങ്ങൾ ഇവരെ കൃത്യമായി തന്നെ പുനരധിവസിപ്പിക്കാനോ ഒപ്പം തന്നെ ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനോ ഒന്നും നിൽക്കാതെയാണ് ഈ ദരിദ്രമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചത്. ഈ ഒരു പ്രഖ്യാപനം ആദ്യം മുതൽ തന്നെ BJPയുടെ കൗൺസിലർമാർ അന്ന് ഈ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ശ്യാം പറഞ്ഞതുപോലെ തന്നെ ഒരു PR സ്റ്റണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം, ആ രീതിയിലാണ് മുന്നോട്ട് പോയത്. 438 അതിദരിദ്ര കുടുംബങ്ങളെ ദരിദ്രമുക്തമാക്കിയതായാണ് അന്ന് കൗൺസിലിൽ ഈ നഗരസഭ പ്രഖ്യാപിച്ചത്. എന്തായാലും അതൊക്കെ തന്നെ കണക്കിലെ വലിയ കളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതായിരുന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ കൊച്ചി നഗരസഭയുടെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാം നിരവധി ആളുകൾ വളരെ മോശമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നത്. ആ ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ അവർ മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ അതിദരിദ്രമുക്തമായ നഗരസഭയായി കൊച്ചി നഗരസഭയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശ്യാം.